ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 77ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. പരമൊരു വിണ്ണു പരന്ന ശക്തി കാറ്റ്, അറിവനലൻ ജലമക്ഷം ഇന്ദ്രിയാർത്ഥം ധരണി, ഇതിങ്ങനെ 5 തത്വമായി നിന്നെരിയും, ഇതിൻ്റെ രഹസ്യമേകമാകും. പരമൊരു വിണ്ണ് പരന്ന ശക്തി കാറ്റ്, അറിവ് അനലൻ, ജലം അക്ഷം, ഇന്ദ്രിയാർത്ഥം ധരണി, ഇതിങ്ങനെ 5 തത്വമായി നിന്നെരിയും, ഇതിൻ്റെ രഹസ്യം ഏകമാകും. ഇതിനെ നമുക്ക് ഒന്ന് വിസ്തരിച്ച് ഇതിൻ്റെ സാരമൊന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് വിസ്തരിച്ച് പഠിക്കാം. ഇതിൻ്റെ ഒരു സംക്ഷിപ്ത സാരം: അനന്തമായ മഹാകാശം, വ്യാപകവും ശക്തവുമായ കാറ്റ്, അറിവാകുന്ന അഗ്നി, ജലമാകുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങളാകുന്ന ഭൂമി, ഇങ്ങനെ 5 തത്വമായി ജ്വലിച്ചു നിൽക്കുന്ന ഇതിൻ്റെ എല്ലാം രഹസ്യം ഒന്നു തന്നെയാണ്. ഇതിനെ നമുക്കൊന്ന് വിസ്തരിച്ച് പഠിക്കാം. പരമൊരു വിണ്ണ്, അനന്തമായ മഹാകാശം. ആകാശത്തിൻ്റെ പൊതു സ്വഭാവം അനന്തതയാണ്. പരന്ന ശക്തി കാറ്റ്, കാറ്റിൻ്റെ സ്വഭാവം പരന്നു വീശുകയാണ്. പരപ്പാണ് കാറ്റിൻ്റെ വിശേഷത. അറിവനലൻ, അറിവ് അഗ്നിയാണ്. ജലം അക്ഷം, ജലം മനസ്സാണ്. ഇന്ദ്രിയാർത്ഥം ധരണി, ഇന്ദ്രിയങ്ങൾക്ക് സമാനമായി ഭൂമി. ഈ പറഞ്ഞതെല്ലാം പഞ്ചഭൂതങ്ങളാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇവയാണ് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങൾക്കുള്ള സ്വഭാവവും ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം താരതമ്യപ്പെടുത്തി ഒരു തത്വം പഠിപ്പിക്കുകയാണ് ഗുരു. ഭൂമി ഇന്ദ്രിയങ്ങൾക്ക് സമാനമാണ്. നമ്മുടെ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുണ്ട്. 5 ഇന്ദ്രിയങ്ങളെല്ലാം താരതമ്യപ്പെടുത്തുന്നത് ഭൂമിയോടാണ്. ഇന്ദ്രിയാർത്ഥം ധരണി. ഇതെങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് സമാനമാകും എന്ന് നോക്കാം. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊരു പൊതു സ്വഭാവമുണ്ട്. കണ്ണിന് ഒരിക്കലും കണ്ടു മടുക്കുന്നില്ല, കാതിനൊരിക്കലും കേട്ടു മടുക്കുന്നില്ല, മൂക്കിനൊരിക്കലും മണത്ത് തൃപ്തി വരുന്നില്ല. അതുപോലെയാണ് ത്വക്കിനും സ്പർശിച്ച് തൃപ്തി വരുന്നില്ല, പിന്നെയും അനുഭവിക്കണം എന്ന് തോന്നും. നാവിന് രുചിച്ചും തൃപ്തി വരുന്നില്ല. ജീവിതത്തിൽ എത്ര പ്രായമായാലും ഇന്ദ്രിയങ്ങൾക്ക് ഭോഗങ്ങൾ ഭുജിച്ച് ഒരിക്കലും തൃപ്തി വരുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. ഇന്ദ്രിയങ്ങൾക്ക് എത്ര ഭോഗങ്ങൾ ഇട്ടുകൊടുത്താലും ഇന്ദ്രിയങ്ങൾ അത് ഭുജിച്ചു കൊണ്ടേയിരിക്കും. ഇതുപോലെയാണ്, തൃപ്തി വരാത്തതുപോലെയാണ് ഭൂമിക്ക് എത്ര കൊടുത്താലും ഭൂമിക്ക് തൃപ്തി വരില്ല. എന്തെല്ലാം സാധനങ്ങൾ ഭൂമിയിൽ കൊണ്ട് നാം നിക്ഷേപിച്ചാലും അതിനെയെല്ലാം അത് സ്വീകരിക്കും. ഇത് ഭൂമിക്ക് ദോഷമായിട്ടുമുണ്ട്. നാം പ്ലാസ്റ്റിക് മുതലായവ കൊണ്ട് തള്ളിയാലും ഭൂമി അത് സ്വീകരിക്കുന്നു, അത് ഭൂമിക്ക് ദോഷമാകുന്നു. ഭൂമിയിൽ എത്ര സാധനങ്ങൾ കൊണ്ട് തള്ളിയാലും അത് സ്വീകരിക്കുന്നു, ഭൂമിയോട് ലയിച്ചു ചേരുന്നു, ഭൂമിയുടെ ഭാഗമാകുന്നു. സകലതിനെയും ഭൂമിക്ക് കൊടുത്തുകൊള്ളൂ, ഭൂമി തൻ്റെ ഭാഗമാക്കി തീർക്കുന്നു. ഇതുപോലെ ഇന്ദ്രിയങ്ങൾക്ക് നാം എത്ര കാര്യങ്ങൾ കൊടുത്താലും ഇന്ദ്രിയങ്ങൾക്ക് ഭുജിച്ചിട്ടൊരിക്കലും തൃപ്തി വരുന്നില്ല. ഈ ഭൂമിയുടെ സ്വീകരണക്ഷമതയാണ് ഭൂമിയും ഇന്ദ്രിയങ്ങളും ഒരുപോലെ എന്ന് ഗുരു പറയുന്നത്. ജലം അക്ഷം. മനസ്സിനെ അറിയാതെ ഒരാൾക്ക് ഇങ്ങനെ ഉപമിക്കാൻ, മനസ്സിനെ അറിയാതെ ഒരാൾക്ക് ഇങ്ങനെ ഉപമിക്കാൻ പറ്റില്ല. മനസ്സിനെ നന്നായി അറിയുന്ന ഗുരു പറയുന്നു, ജലം ഏതു പാത്രത്തിൽ എടുക്കുന്നുവോ അതിൻ്റെ ഘടനയാണ് ജലം സ്വീകരിക്കുക. അതുപോലെയാണ് നമ്മുടെ മനസ്സും. ഏതിലാണ് നമ്മുടെ മനസ്സ് വെക്കുന്നത് അതിനനുസരിച്ച് ആ മനസ്സ് പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന്, ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. അപ്പോൾ എൻ്റെ മനസ്സ് ആ ധർമ്മം പഠിപ്പിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കും. മനസ്സ്
മതമാകുന്ന പാത്രത്തിൽ ഉൾക്കൊള്ളുന്നത് പോലെ മനസ്സാകുന്ന പാത്രത്തിൽ മതം നിറച്ചപ്പോൾ മനസ്സാകുന്ന പാത്രത്തിൽ മതം അതിനനുസരിച്ച് മനുഷ്യൻ ജീവിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഗുരുവാക്യം. മതം ഏത് സ്വീകരിച്ചാലും എല്ലാ മതത്തിലും ദുർബലരെ താങ്ങി നിർത്തണം എന്നൊക്കെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഗുരു എന്നും ഉപദേശിക്കാറ്. മനസ്സിന് പ്രത്യേക ഘടനയില്ല, ജലത്തിൻ്റെ സ്വഭാവമാണ്. മനസ്സിന് ഘടനയില്ല, അത് പല സമയത്തും പലതുപോലെയാണ്. ചിലപ്പോൾ അത് ആവിയാകുന്നു, ചിലപ്പോൾ മനസ്സ് കട്ട പിടിക്കുന്നു. ഇനി അറിവ് അനലൻ അഗ്നിക്ക് സമാനമാണ്. അറിവ് എല്ലാറ്റിനെയും ഭസ്മീകരിക്കുന്നു. അറിവ് ആയുധമാണ്. അഗ്നി ശുദ്ധീകരിക്കുന്ന തത്വമാണ്. എത്ര മോശപ്പെട്ടത് കത്തിച്ചാലും അഗ്നി മലിനമാകുന്നില്ല. മലിനമാകാതെ ശുദ്ധീകരിക്കുന്ന തത്വമാണ് അഗ്നി. അത് അറിവാണ്. അറിവിലൂടെ നാം ഒരു വിഷയത്തിന് പരിഹാരമുണ്ടാക്കുമ്പോൾ അവിടെ ഒരു മാലിന്യവും അവശേഷിക്കുന്നില്ല. ബോധ്യപ്പെടുത്തി വിഷയം ശുദ്ധീകരിച്ചാൽ വീണ്ടും മലിനമാകുന്നില്ല. കഴുകി വൃത്തിയാക്കിയാൽ പൂർണ്ണമായും മാലിന്യം പോകില്ല, വെള്ളവും വൃത്തികേടാകുന്നു. എന്നാൽ അഗ്നിയിൽ ശുദ്ധീകരിച്ചാൽ പിന്നെ ഒരിക്കലും മലിനമാകുന്നില്ല. ഇങ്ങനെ 3 തത്വങ്ങൾ ഇവിടെ ഗുരു പറഞ്ഞു. ഭൂമി ഇന്ദ്രിയങ്ങൾക്കും ജലം വെള്ളത്തിലും അഗ്നി അറിവിനും തുല്യമാണ് എന്ന് നമ്മെ ബോധിപ്പിച്ചു. ഇതിലെ ഭൂമിയുടെ സർവസ്വീകാര്യത ഉൾക്കൊള്ളുന്നതാണ് ഭൂമിയുടെ മഹത്വം. ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് പരന്ന ശക്തി കാറ്റ്, പരമൊരു വിണ്ണ്. പരന്ന ശക്തി കാറ്റ്. വായുവിന് അപാരമായ ശക്തിയാണുള്ളത്. ആ ശക്തി നമുക്ക് അനുഭവിക്കാനേ കഴിയുകയുള്ളൂ. നമുക്ക് നോക്കിയാൽ മതി, വാഹനങ്ങളുടെ പ്രധാന ഭാഗമായ ടയറിനുള്ളിൽ കാറ്റാണ്. എത്ര ഭാരം ഈ കാറ്റ് താങ്ങുന്നു. ഇനി പരമൊരു വിണ്ണ്, വിശാലമായ ആകാശം. സകലതും ആകാശത്തിലാണ് നിലനിൽക്കുന്നത്. വിശാലമാണ് ആകാശം, വിശാലമാണ്, അനന്തതയാണ് ആകാശത്തിൻ്റെ സ്വഭാവം എന്നൊക്കെ നാം പഠിച്ചു. ഇങ്ങനെ 5 തത്വമായി പ്രകാശിക്കുമ്പോൾ തത്വമായി നിന്നെരിയും ഇതിൻ്റെ രഹസ്യമേഘമാകും. ഇങ്ങനെ 5 തത്വമായി നിന്നെരിയും ഇതിൻ്റെ രഹസ്യം ഏകമാകും. അതായത് ഈ പഞ്ചഭൂതങ്ങളുടെ രഹസ്യം ഏകമാകുന്നു. ആത്മചൈതന്യമായ ഏകമെന്ന തത്വത്തിലിരുന്നും കൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ പ്രകാശിക്കുന്നത്. ഓരോ ഭൂതവും ഓരോ സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നുവെങ്കിലും ഈ ഭൂതങ്ങളെ എല്ലാം പ്രകാശിപ്പിക്കുന്നത് ഏകതത്വമാണ്, ആത്മചൈതന്യമാണ്. ഭൂമിക്കും ജലത്തിനും അഗ്നിക്കും വായുവിനും ആകാശത്തിനും പ്രവർത്തിക്കാനുള്ള ശക്തി ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നാണ്. ആ ശക്തിക്ക് യാതൊരു വ്യത്യാസവുമില്ല. പിന്നെ എങ്ങനെയാണ് നാം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്കും യാതൊരു വ്യത്യാസമില്ലെന്ന് ഗുരു ഈ ഉദാഹരണത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതായത് ഒരു കുമിളയുടെ ആയുസ്സുള്ള മനുഷ്യൻ എന്തിനാണ് ജാതിമതം പറഞ്ഞ് തമ്മിലടിക്കുന്നത്? കുമിളയാകുന്ന നാം വിഭാഗതയുടെ വിത്ത് പാകരുത്. കുതന്ത്രം പറഞ്ഞ് കാപഠ്യം പറഞ്ഞ് മനുഷ്യനാകുന്ന കുമിള വിഭാഗീയത ഉണ്ടാക്കരുത്. ഗുരുവിൻ്റെ സത്യസാക്ഷാത്കാരത്തിൽ നിന്നുകൊണ്ടാണ് ഗുരു ഏകത്വത്തെ തിരിച്ചറിഞ്ഞ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. സാഹോദര്യം വളർത്തി മനുഷ്യത്വമുള്ള മനുഷ്യനായി ജീവിക്കണം. ഗുരുവിൻ്റെ വിശാലമായ ഏകത്വത്തിൻ്റെ തത്വശാസ്ത്രം പഠിക്കാനും ഉൾക്കൊള്ളാനും എല്ലാവർക്കും ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.